ചായ തിളക്കുന്ന സമയം മതി കേട്ടോ ഈ ഒരു കിഡിലൻ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ യോഗട്ടും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ക്രംബ്രിയുടെ നാച്ചുറൽ യോഗട്ടാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി പുളിയുള്ളത് എടുക്കരുത് കേട്ടോ. ഇതും കൂടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും പഞ്ചസാരക്ക് പകരം ശർക്കരയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്. ഇനി ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.